ഇതൊരു 3:30 മിനിറ്റുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്പീഡ് കൂട്ടിയാൽ ഇതിൻ്റെ ഒരു ഭംഗി പോകും. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾ ഞാൻ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ കാഴ്ചകൾ കണ്ടെടുക്കാതെ കാണാം കേട്ടോ. നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് 3:30 ഉണ്ട്. അപ്പോൾ ക്ഷമയുള്ളവർ കാണുക, ഈ ഒരു കാഴ്ച കാണേണ്ടവർ കാണാം. സ്പീഡ് കൂട്ടിയാൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ഒരു ഭംഗി നഷ്ടമാവുന്നുണ്ട്. ഞാൻ പറഞ്ഞതന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. അപ്പോൾ ഇത് കോടയാണ്. കോടയിൽ തുടക്കം കണ്ടില്ലേ, ഫുൾ വൈറ്റ് ആയിരുന്നു. അവിടെ നിന്ന് ആ ഒരു കോട മഞ്ഞ് ഇങ്ങനെ തെന്നി മാറിപ്പോവാണ്. ഒരു കാറ്റിനനുസരിച്ച് അതിങ്ങനെ നീങ്ങി പോകുമ്പോൾ അവിടെ കാണുന്ന കാഴ്ചകൾ വീഡിയോയിൽ അത്ര വാവ് ആയി തോന്നില്ലെങ്കിലും നേരിട്ട് അയ്യോ പറയാൻ പറ്റത്തില്ല, അത്രയും അടിപൊളി ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. ഞാൻ പല ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ട്രിപ്പ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ഓരോ കാഴ്ചകളും എന്നെ ഭയങ്കരമായിട്ട് അതിലേക്ക് ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അത്രയും സന്തോഷമായ ഒരു ട്രിപ്പായിരുന്നു. കാരണം ഇങ്ങനൊരു കോടയുള്ള വ്യൂ ഒക്കെ ഞാൻ ചുരുക്കേ കണ്ടിട്ടുള്ളൂ. അതും ഇങ്ങനെ പെട്ടെന്ന് മാറി പോവുകയാണ്, പിന്നെയും കോട വരികയാണ്, പിന്നെയും അങ്ങനെയുള്ള കാഴ്ചകളൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ കണ്ടവരുണ്ടാവും, കാണാത്തവരുണ്ടാവും. അപ്പോൾ കാണാത്തവർക്കും കണ്ടവർക്കും ഒന്നുകൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഇത് കാണുന്നില്ലേ, ആ കോട ഇങ്ങനെ മാറിപ്പോയി. നമ്മൾ കുറച്ച് മുമ്പേ ആ തൊട്ട് അപ്പുറത്തുള്ള ആ മല കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് കോട മാറിപ്പോയതിന് ശേഷം മല കാണുകയാണ്. ഇപ്പോൾ അവിടെ ഒരു മരങ്ങൾ തെളിഞ്ഞ് വരികയാണ്. അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതൊക്കെ കാണുകയാണ്. പിന്നെ അവിടെ ഒരു അമ്മൂമ്മ അലക്കുന്നുണ്ട് കേട്ടോ. ഒരു കുഞ്ഞി കിണർന്ന് വെള്ളം കോരിയിട്ട് അലക്കുന്നൊരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ക്യാമറയിലില്ല. എനിക്ക് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി. ഒരു അമ്മൂമ്മ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളൊന്നും അങ്ങനെ ഇപ്പോൾ അമ്മൂമ്മമാരങ്ങനെ ചെയ്യുന്നതൊന്നും ഞാൻ അങ്ങനെ ഇപ്പോൾ കാണുന്നില്ല. നമ്മളെ നാട്ടിലൊന്നും ടൗൺ ഏരിയയിലൊക്കെ അമ്മൂമ്മമാർ അങ്ങനെ വെള്ളം കോരി അലക്കുന്ന സിസ്റ്റമൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു കോട പോയിട്ട് നല്ല രീതിക്ക് കാഴ്ചകൾ എല്ലാം കാണുന്നുണ്ട്. മല കാണുന്നുണ്ട്, വീട് കാണുന്നുണ്ട്, അവിടെയുള്ള കുറച്ച് മരങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതേ വരുന്ന തൊട്ടപ്പുറത്തുനിന്ന് കോട മെല്ലെ ആ ഒരു കാഴ്ചകളെ നമ്മൾ കണ്ണിൽ നിന്ന് മറക്കാൻ വേണ്ടിയിട്ട് മെല്ലെ വരികയാണ്. ആ ഒരു സമയത്ത് നല്ല തണുപ്പാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഈ ഒരു ഉദിപ്പും വെയിലിൻ്റെ ഒരു പ്രകാശമുണ്ട്. എങ്ങനെയുണ്ട് കാഴ്ച? കമൻറ്റ് ചെയ്യാം കേട്ടോ. കാഴ്ച കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. കാണുന്നവർ എന്തായാലും ഒരു കമൻറ്റ് ചെയ്താൽ അത് വായിക്കുന്ന എനിക്കും ഒരു സന്തോഷമല്ലേ. അപ്പോൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതേതാ ഞാൻ പറഞ്ഞില്ലേ, കോട വന്നിട്ട് ആ ഒരു മലയെ ആ ഒരു വീടിനെ ആ ഒരു മരങ്ങളെ അതൊക്കെ നമ്മളെ കാഴ്ചയിൽ നിന്നും മറച്ചെടുത്തിട്ടുള്ള പ്രകൃതിയുടെ വികൃതികൾ എന്നൊന്നുമല്ല, ഒരു എന്താ പറയണ്ടേ, പ്രകൃതിയുടെ ഒരു മനോഹരമായ ഒരു പ്രതിഭാസം തന്നെയാണ് ഇതൊക്കെ കേട്ടോ. വീണ്ടും ആ ഒരു കോട പോയി. ഈ കാഴ്ച ഇങ്ങനെ കാണാം, അത് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണ്ട. ഇങ്ങനെ കണ്ണ് അവിടെ നിന്ന് തെറ്റിക്കാതെ അതിങ്ങനെ കണ്ട് എൻജോയ് ചെയ്യാം. പിന്നെ അത് തന്നെ അത്രയേ ഉള്ളൂ. പറയാനായിട്ട് ഒന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതന്നെ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വരും. ഇപ്പം നന്നായി ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചെന്ന് ചക്കോടെ പോകുന്ന വ്യൂ കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. ആ മഞ്ഞിങ്ങനെ നീങ്ങിപ്പോവാണ്. ഒരു